ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് വന്നു. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ ഒരു പത്തിരി ആയാലോ, നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടി, നമ്മളെ പുട്ടിനുള്ള വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അളവൊന്നും പറയുന്നില്ല, പക്ഷെ കുഴക്കുന്ന വിധം കാണിച്ചു തരാം കേട്ടോ. വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ല രുചിക്കായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ചെടുക്കുക. പത്തിരിക്ക് കുഴയ്ക്കാനായിട്ട് വെള്ളം നന്നായിട്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് നമ്മൾക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി വേണം. നമ്മൾ അരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഓരോ തരത്തിലുള്ള അരിപ്പൊടിയായിരിക്കും കിട്ടുക. കാരണം ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. ചില അരിപ്പൊടിയിൽ നമുക്ക് കുറച്ച് ഒഴിച്ചാൽ നന്നായി സെറ്റായി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പൊടി കുഴയ്ക്കുന്നതിന് ഞാൻ അളവ് പറയാതിരുന്നത്. ഇതാ കണ്ടില്ലേ, നോക്കൂ, നമ്മൾക്ക് ഈ പരുവത്തിലായിരിക്കണം മാവ് വാട്ടിയെടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഈ മാവ് വന്നിട്ട് പരത്തുമ്പോൾ മുറിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സ്പൂണ് മൈദ മാവ് ഇട്ട് കൊടുക്കുക. അത്രയും മതി. ഇനി ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മാവിന് നല്ല ചൂടുണ്ട്, കൈ കൊണ്ട് ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്നത്. ഇത് നോക്കൂ, എത്ര സോഫ്റ്റായിട്ടാണ് നോക്കൂ മാവ് വന്നിരിക്കുന്നത്. ഒട്ടണമില്ല കയ്യിൽ. അപ്പം നമ്മൾക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ മാവ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചൂടാറിയ ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് അളവൊന്നും അറിയാതെ തന്നെ മാവ് കുഴച്ചെടുക്കേണ്ട വിധം മനസ്സിലായില്ലേ? അപ്പം നമ്മൾക്ക് ഇതിലത്തെ ഒരു പകുതി മാവ് എടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾക്കിനി അടുത്തതായിട്ട് ഓരോന്ന് പരത്തിയെടുക്കാം. ഞാൻ ശകലം നെയ്യ് ഈ പേപ്പറിലൊക്കെ തേച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് മാവ് വെച്ച് കൊടുക്കുക. പതുക്കെ ഒന്ന് പ്രസ്സാക്കുക. എപ്പോഴും ഈ കുഴച്ച മാവ് നടുവിൽ വെക്കരുത്, കുറച്ച് ഇങ്ങനെ സൈഡിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്യാൻ. എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾക്കിനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല മയമുള്ള മാവായിരിക്കണം. അപ്പോൾ നമുക്ക് മുറിഞ്ഞു പോവാതെ കിട്ടും. നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ച ശേഷം 2 സ്പൂണ് മൈദ മാവ് ഇടുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോന്നും മുറിഞ്ഞു പോവാതെയും കിട്ടും. പൊള്ളി വരുന്നു നോക്കൂ. ഇതായിട്ടോ, ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഓരോ പുള്ളി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് എടുക്കാം. അപ്പം നിങ്ങൾക്കിത് ചെയ്യാൻ കഷ്ടമില്ലല്ലോ. എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ. പത്തിരിക്ക് മാവ് കുഴച്ചതും പരത്തിയതും ചുട്ടെടുക്കുന്നതൊക്കെ എത്ര സിമ്പിളാണ് കണ്ടില്ലേ. അപ്പം ഇവിടെ എല്ലാം സിമ്പിളാണ്.
അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.